അടുത്തതായി നാടകം ആരംഭിക്കുകയാണ്. ബലിക്കാക്ക. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം അജയ് ഭരദ്വാജ്. ശബ്ദമിശ്രണം അനന്തറാവ് കർക്കണ്ടി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ബിന്ദു ബാലു. ഗാനരചന ആലാപനം ബാലമുരളി. അഭിനേതാക്കൾ വീരൻ, നന്ദകുമാർ, ആമിന, ജയു, സാവിത്രി ടീച്ചർ, ജയന്തി, നന്ദകുമാർ. മെമ്പർ ബാലമുരളി. സെക്രട്ടറി ശിഖ. പ്രതിപക്ഷ നേതാവ് സർജു ആനന്ദ്. കേശവൻ ഫിറോസ് ഗോപി. സിംഗപ്പൂർ സറാമ ബിന്ദു ജോ. സെബാസ്റ്റ്യൻ ഇന്ദ്രജിത്ത്. രവി വിനു. ബിവറേജ് മാനേജർ ബിജു. സരസ്വതി ടീച്ചർ ഹണി. അടുത്ത വെല്ലോടുകൂടി നാടകം ആരംഭിക്കും. എന്തൊരു ഹലാക്കിന്റെ ചൂടാണിത്. ആമിന, ആമിനോ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കണ്ട ആമിനോ. ഭയങ്കര വിശപ്പാണല്ല. നിങ്ങളുടെ ബൈക്കിൽ എന്താ കൊക്കോപ്പുഴ ഉണ്ടോ? എന്താ ആമിന, നമുക്ക് വിശന്നിട്ടല്ലേ. നിങ്ങളെ മാസിന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലി. അങ്ങനെ മരിച്ചിട്ട് 4 ദിവസമായില്ലേ. അവരെന്ത് വിചാരിക്കും? നമ്മള് കഴിച്ചിട്ട് പോയിക്കോളാന്ന്. എന്റെ പടസോനെ, നിങ്ങൾ പോയിട്ട് വാ മനുഷ്യനെ. എന്നാ നമ്മള് പോയിട്ട് വരാം. അപ്പേക്കും നീ തിന്നാനെ കൊണ്ട് പലരും ഉണ്ടാക്കി വെക്കും. എന്ത് പണിയാണ് ടീച്ചർ കാണുന്നത്? കാക്കപ്പന്ന് ചോറ് നിങ്ങള് കണ്ടില്ലേ? അയ്യോ, നിങ്ങൾ എന്തായി കാണിച്ചത്? എന്റെ പ്രഭാകരൻ മാഷായിരുന്നു അത്. എത്ര വിളിച്ചിട്ടാ വന്നത്? പാടച്ചോനെ, അത് പ്രഭാകരൻ മാഷായിരുന്ന ടീച്ചറെ. നമ്മൾ അറിഞ്ഞില്ല ടീച്ചറെ. മാഷേ വാ, മാഷേ വന്ന് കഴിച്ചോളി. ഇനി വിളിക്കണ്ട, മാഷിനി വരില്ല. പണ്ടേ ശീലിച്ചതാ. വല്ലാത്ത കഷ്ടായി പോയി. എന്ത് പത്രാസിൽ നടന്ന മനുഷ്യനാണ് കണ്ടില്ലേ. ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ മയ്യത്ത് കഴിയുമ്പോഴേ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ വില അറിയുള്ളൂ. അല്ല ടീച്ചറ്, ടീച്ചറ് പറഞ്ഞില്ലേ ഇന്നല്ലേ കുടിവെള്ള ഉദ്ഘാടനം? ഇല്ല, ഞാനിനി ഒന്നിനുമില്ല. ശരി ടീച്ചറെ, എന്നാ പിന്നെ ഞമ്മള് പോണ്. അല്ലാ, ഞമ്മക്ക് സന്തോഷായി. പ്രഭാകരൻ മാഷിന് ഞമ്മളോട് കണക്കില്ലല്ല. അതറിഞ്ഞപ്പോ സന്തോഷമായി. കഴിച്ച മാഷെ വയറ് നിറച്ച് കഴിച്ചു. പടസോനെ, എന്താ ഈ കാണുന്നത് മനുഷ്യ? കാക്കപ്പന്ന് നെല്ല് കുത്തിട്ട് നിങ്ങൾ കാണണില്ലേ? ജമുണ്ടരുത്, അത് നമ്മുടെ പ്രഭാകരൻ മാഷാണ്. ഞാൻ മാഷിന്റെ വീട്ടിൽ ചെന്നപ്പോ അറിയാതെ ഓടിച്ചു കിട്ടതാണ്. ഞമ്മക്ക് പറ്റിയൊരു അബദ്ധം. പക്ഷേ അവിടെ മാഷ് ഒറ്റയ്ക്കായിരുന്നല്ല. ഈ കാക്കയാണോ പ്രഭാകരൻ മാഷ്? എന്നാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞമ്മക്കറിയില്ല. ആയി ശരി, അത് ഞമ്മക്ക് മനസ്സിലാക്കാം. ഇത് പ്രഭാകരൻ മാഷാണ്. പക്ഷേ ഈ കൂടെ വന്ന ചങ്ങായിമാരാണ്. അതാണ് ഞമ്മക്കും പിടികിട്ടാത്തത്. മാഷിന്റെ ഈ വൃത്തികെട്ട കൂട്ടുകെട്ട് ടീച്ചറിനെ അറിയിക്കണം. വേണ്ട വേണ്ട, ഇനി നിങ്ങൾ അവിടെ ചെന്ന് പറയാൻ നിൽക്കണ്ട. ടീച്ചർ വിഷമിക്കും. അല്ല മനുഷ്യ, നിങ്ങൾ പൈപ്പ് കാണാത്തിന് പോണില്ലേ? പടശോനെ, ഞമ്മളത് പറഞ്ഞ്. ശൈനവയുടെ ഓള് നേരത്തെ പോയി. എന്നാ ഞമ്മള് പോയിട്ട് വരാം. നിങ്ങൾ കഴിച്ചിട്ട് പോയി. വേണ്ട വേണ്ട,
ടീച്ചർ വയറ് നിറച്ച് തന്ന്. അല്ല, നീ പറ്റില്ലേ? നീയല്ലേ ഈശ്വര പ്രാർത്ഥന ചെയ്യേണ്ടത്? നമ്മൾ എത്തിക്കോളാം. എന്നാ ശരി, നമ്മള് പോണ്. എല്ലാം വലിച്ചു കെട്ടണേ, നന്നായിട്ട് സൂക്ഷിച്ചു വേണം. പഴയ കെട്ടിടം. ആ പിന്നെ രവി, സ്വീകരിക്കാനുള്ള ബൊക്കയും മാലയൊക്കെ എത്തിയോ? എന്റെ മെമ്പറെ, കൃത്യസമയത്ത് ഞാനത് എത്തിച്ചോളാം. ആ എത്തിച്ചാ മതി. കേശവനോട് അധികം കുടിക്കുമെന്ന് പറയാൻ കേട്ടോ. അധികം കുടിച്ചാൽ ഗുരുവായൂർ കേശവനെ പോലെ. എന്റെ പൊന്നു മെമ്പറെ, അതിനുള്ള പട്ടയം പോലെയും കൊടുത്താൽ മതി. കിട്ടാതെ ഒരുപാട് അല്ലാ, എന്തൊരു ചൂടാണിത്. എന്ത് പോവും? എന്താണിക്ക ചൂട് കൊള്ളാണോ? നമുക്കൊന്ന് തണുപ്പിച്ചാലോ? വേണ്ട വേണ്ട, എന്റെ തണുപ്പിക്കാണ് ഞമ്മക്ക് വേണ്ട. നമ്മൾ വന്നത് മരിച്ചുപോയ നമ്മുടെ പ്രഭാരം മാഷിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാണ്. ഒത്തിരി സമരം ചെയ്ത ആളല്ലേ നമ്മുടെ കുടിവെള്ളത്തിന്. ഇക്ക എന്ത് ബ്രാൻഡാണ് ഈ പറഞ്ഞത്? മരിച്ചുപോയാൽ വെള്ളം കൊടുക്കാൻ. ആദ്യടാ, നമുക്ക് പ്രഭാരം മാഷ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. എവിടെ എവിടെ എവിടെ? സമയം വരുമ്പോ ഞമ്മള് തന്നെ കാണിച്ചു തരാം. ഞങ്ങൾ ഇന്ന് നേരത്തെ എത്തി എന്റെ മെമ്പറെ. അതേതായാലും നന്നായിട്ട്. നിങ്ങളൊക്കെ നേരത്തെ എത്തിയല്ലോ. ഈ പരിപാടി കഴിയുന്നവരെ മനസ്സിനൊരു സമാധാനം കിട്ടിച്ചു. ആ മെമ്പർ സമാധാനമായിട്ടിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പ്രതിപക്ഷമായിട്ട്. ഓ അതാ എന്നെ കൂടുതലും വിഷമിപ്പിക്കുന്നത്. അല്ല, ഈ ശുദ്ധജല വിതരണ പദ്ധതി ഞങ്ങളുടെ പാർട്ടിയാണല്ലോ ആദ്യം മന്ത്രിസഭയിൽ ഉന്നയിച്ചത്. അപ്പോഴാണല്ലോ നിങ്ങൾ കയറി പറ്റിയത്. ആര് ഭരിച്ചാലും പൊതുജനത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഭരിക്കുന്നവരുടെ മേന്മ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചർ. ആ ടീച്ചർക്ക് പണ്ടേ നമ്മളോടാണല്ലോ ചടങ്ങ്. ഞങ്ങൾ ഒന്നിനും ഇല്ലേ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രി സിംഗപ്പൂർ സാറാമ എത്തിച്ചേരുന്നതാണ്. നല്ലവരായ നാട്ടുകാർ ക്ഷമയോടെ കാത്തിരിക്കുക. സെക്രട്ടറി, സാറാമ്മയെ ഒന്ന് വിളിച്ചൂടെ? ഇപ്പൊ തന്നെ സമയം 8:45 കഴിഞ്ഞു. 1 മണിക്കല്ലേ ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത്? ഞാൻ വിളിച്ചിരുന്നു മെമ്പറെ. സബ്സ്ക്രൈബർ തിരക്കിലാണെന്നാണ് മറുപടി കിട്ടിയത്. എല്ലാ ടീം എത്തിയല്ലോ. ഇന്ന് ബീവറേജ് ഉച്ച വരെ അവധിയാണ്. പൊതുജനം സമ്മതിക്കുമോ ടീച്ചർ? ഓ, പൊതുജനത്തോട് സ്നേഹമുള്ള പ്രതിപക്ഷം. മെമ്പറെ, ഇന്നും ട്രൈ അടിക്കേണ്ട വരുമോ? എന്റെ കേശവൻ ചേട്ടാ, സാറാം ചേച്ചി ഒന്ന് വന്നോട്ടെ. ചെറുകുന്നം പഞ്ചായത്തിൽ ഞാനും ട്രൈ അടിക്കേണ്ടി വരില്ല. ഉറപ്പിച്ച് പറയാൻ വരട്ടെ. സാറാമ്മ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ പഴയതുപോലെ തന്നെ ട്രൈ അടിക്കേണ്ടി വരും. യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആമിനെ ക്ഷണിക്കുന്നു. നീ ഇങ്ങനെ വന്നേ. മനുഷ്യനെ നമ്മളെ പാടി
അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് മെമ്പറെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥികളെ എല്ലാവർക്കും എൻ്റെ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ഘാടനത്തിനായി എത്തിച്ചേരാമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിംഗപ്പൂർ സാറാമ്മ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങൾ നടക്കാതെ വന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടുകാരിയായ സാറാമ്മ ചെയ്ത ഈ നല്ല കാര്യം നമ്മുടെ രാജ്യം തന്നെ ഒരു മാതൃകയായി കാണണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അധികം ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം. ഹലോ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രി സിംഗപ്പൂർ സാറമ്മ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ നമ്മുടെ നാടിന്റെ അഭിമാനമായ സിംഗപ്പൂർ സാറാമ്മ എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ സരസ്വതി ടീച്ചറെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, നമ്മുടെ നാടിൻ്റെ തീരാ ദുഃഖമായിരുന്നു കുടിവെള്ളം. അത് എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്ന സാറാമ്മയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവതിയാണ് ഞാൻ. ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുള്ള നാട്ടുകാർ തന്നെ മുന്നോട്ട് വരണം. അങ്ങനെ ഈ നാടിൻ്റെ കുറച്ച് ദുരിതങ്ങളെങ്കിലും അകറ്റാൻ കഴിഞ്ഞേക്കും. പഠിക്കുന്ന കാലത്ത് തന്നെ സാറാമ്മ ഒരു ദാനശീലയായിരുന്നു. ആ വലിയ മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ 2 വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. നല്ലവനായ സഖാക്കളെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. സാറാമ്മയെ കുറിച്ച് 2 വാക്കിൽ ഒതുക്കി പറയാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ സാറാമ്മയെ ലോകം അറിയാൻ പോകുന്നു. ഞങ്ങളുടെ പാർട്ടി സാറാമ്മയെ അടുത്ത ഇലക്ഷനെ നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. കൂടുതലായി മറ്റൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. ഹലോ നമ്മുടെ നാട്ടിലെ ബിവറേജ് മാനേജർ മേഡയിൽ ടീച്ചറെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതെ, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഈ ചെറുന്ന ഗ്രാമത്തിൽ വന്നിട്ട് 2 വർഷമായിട്ടോ. ഇവിടെ ആദ്യം വേണ്ട കുടിവെള്ളമായിരുന്നു. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തവർ കിട്ടിയതോ ബിവറേജ്. കുടിയന്മാർക്ക് അറിയാതെ കിട്ടിയ ലോട്ടറിയാണ് ഇഷ്ടം. നമ്മുടെ സാറാമ്മ ചേച്ചിയുടെ കുടിവെള്ളം കിട്ടിയത് വളരെ സന്തോഷം കേട്ടോ. നാട്ടുകാരുടെ കുമ്പായി വാടിൽ ഇഷ്ടമാണ്. ഇലക്ഷൻ വരുമ്പോഴെങ്കിലും നാട്ടുകാർ ഒന്ന് നോക്കണം. നാടിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന രാഷ്ട്രീയ വോട്ടിയാവും. സാറാമ്മ ചേച്ചി പോലുള്ള ഒരാൾ മത്സരിക്കേണ്ടത്. ഞാൻ നിർത്തി. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മുടെ സിംഗപ്പൂർ സാറാമ്മയെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ഹലോ, യെസ് സാറയാണ്. ഇവിടെ മീറ്റിംഗിലാണ് ഡാർലിംഗ്. സിംഗപ്പൂരിലെ ഹസ്സാണേ. സ്നേഹമുള്ള സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിന് ഫസ്റ്റിലെ സോറി പറയുന്നു. ഈ ഡ്രിങ്കിങ് വാട്ടർ ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ച നിങ്ങളോട് താങ്ക്സ് പറയുന്നു. ഈ നാടിന് വേണ്ടി ഇനിയും പല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഐഡിയ ഉണ്ട്. നിങ്ങൾ സമ്മതിച്ചാൽ മറ്റൊന്നുമല്ല, ഈ നാട്ടിൽ ഒരു പണിക്കും പോകാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ന്യൂ ഐഡിയ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അവർക്ക് വിവാഹങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഫണ്ട് ഞാൻ കൊടുക്കുമെന്ന കാര്യം ഇവിടെ സമ്മതിക്കുന്നു. അങ്ങനെ എങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തതായി ഞാൻ ഈ പൈപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്.
Oh my God! What is this? Only air? No water? ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി, നമസ്കാരം. ഈ യോഗം പിരിച്ചുവിടുന്നതിന് മുമ്പായി നമ്മുടെ നാട്ടിലെ പ്രിയങ്കരിയായ സാറാമ്മയെ ഒരിക്കൽ കൂടി എന്റെ പേരിലും നാട്ടുകാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. എന്റെ പടച്ചോനെ, നമ്മുടെ പ്രഭാരം മാഷിന് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലല്ലോ. അല്ലാ,